ഹലോ എവറി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി +1 സെറ്റ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് അല്ലേ. ആ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സിൽ നമ്മളൊരു റൂള് ബേസ് ചെയ്തിട്ടായിരിക്കും എലമെൻറ്റ്സ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കും? ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. അതേപോലെ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് എല്ലാം ഒരു പെർട്ടിക്കുലർ റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. Relations and functions are important concepts in mathematics used to describe connections between sets. അപ്പോൾ ഈ റിലേഷൻസും ഫങ്ഷൻസ് എന്ന് പറയുന്ന ഈ രണ്ട് ടോപ്പിക്കുകൾ ഏകദേശം സിമിലറായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെറ്റുകളുടെ കണക്ഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിലേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. എ റിലേഷൻ ഷോസ് ഹൗ എലമെൻറ്റ്സ് ഓഫ് വൺ സെറ്റ് ആർ കണക്റ്റഡ് ടു ദ എലമെൻറ്റ്സ് ഓഫ് അനദർ സെറ്റ്. അപ്പോൾ ഒരു സെറ്റിലെ എലമെൻറ്റ്സ് മറ്റൊരു സെറ്റിലെ എലമെൻറ്റ്സായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലി നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് റിലേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ, അതേപോലെ തന്നെ ജസ്റ്റ് ഒരു കണക്ഷൻ. ഇനി ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷനാണ് in which each input has only one output. അപ്പോൾ എല്ലാ റിലേഷൻസും ഫങ്ഷൻസ് അല്ല, പക്ഷേ എല്ലാ ഫങ്ഷൻസും എന്താണ്? റിലേഷൻസ് ആണ്. അപ്പോൾ എല്ലാ റിലേഷൻസും ഫങ്ഷൻസ് അല്ല, പക്ഷേ എല്ലാ ഫങ്ഷൻസും എന്താണ്? റിലേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫങ്ഷൻ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ. ഫങ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു റിലേഷനാണ്. ആ റിലേഷൻ എങ്ങനെയായിരിക്കും? ഓരോ ഇൻപുട്ടിനും ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അല്ലാതെ ഒരു ഇൻപുട്ടിന് രണ്ട് ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു രണ്ട് സെറ്റുകൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് സെറ്റിൽ നിന്നും സെക്കൻഡ് സെറ്റിലോട്ട് നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെറ്റിലെ ഒരു എലമെൻറ്റ് സെക്കൻഡ് സെറ്റിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നുണ്ടാവുക. ഒരിക്കലും രണ്ട് എലമെൻറ്റിലോട്ട് മാപ്പ് ചെയ്യില്ല. അങ്ങനത്തെ റിലേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫങ്ഷൻ എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഇത് റിലേഷൻ എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? ഫോർ ടു നോൺ എംപ്റ്റി സെറ്റ്സ് എ ആൻഡ് ബി, ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഈസ് റിട്ടൺ ആസ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയേഴ്സ് എ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ, ബി ബിലോങ്സ് ടു ബി. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റുകളുടെ പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് സെറ്റുകൾ എന്താണ്? നോൺ എംപ്റ്റി സെറ്റായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റെങ്കിലും അതിൽ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുക എ ക്രോസ് ബി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയേഴ്സ് എ ബി. അതിൽ സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയേഴ്സ് എ ബി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന പെയറിൽ ഫസ്റ്റ് എലമെൻറ്റ് സ്മോൾ എ ബിലോങ്സ് ടു സെറ്റ് എ ആണ്, അതേപോലെ സ്മോൾ ബി ബിലോങ്സ് ടു സെറ്റ് ബി. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി. ഇനി അതിൽ നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് എലമെൻറ്റ് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? സെറ്റ് എയിലായിരിക്കും ഉണ്ടായിരിക്കുക. സെക്കൻഡ് എലമെൻറ്റ് ബിലോങ് ചെയ്യുന്നത് സെറ്റ് ബിയിലായിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന നോക്കുക. സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2, അതേപോലെ സെറ്റ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി, ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ക്രോസ് ബി ആയിരിക്കും. ആ എ ക്രോസ് ബി എങ്ങനെയാണ്? ഫസ്റ്റ് 1 എ, അതേപോലെ 1 ബി, 2 എ, 2 ബി. ഫസ്റ്റ് എലമെൻറ്റ് ബിലോങ് ചെയ്യുന്നത് സെറ്റ് എയിലായിരിക്കും, സെക്കൻഡ് എലമെൻറ്റ് ബിലോങ് ചെയ്യുന്നത് സെറ്റ് ബിയിലായിരിക്കും. ഇപ്പോൾ ഇവിടെ 2 എ എന്നുള്ള എലമെൻറ്റ് എടുത്ത് നോക്കൂ. അതിൽ 2 ബിലോങ് ചെയ്യുന്നത് സെറ്റ് എയിലാണ്, എ ബിലോങ് ചെയ്യുന്നത് സെറ്റ് ബിയിലാണ്. അങ്ങനെ അപ്പോൾ ഇതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി റിലേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. എ റിലേഷൻ ആർ ഫ്രം സെറ്റ് എ ടു ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി.
അപ്പോൾ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് റിലേഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലോട്ട് ഒരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. സബ്സെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ഇപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് നമ്മൾ റിയൽ നമ്പേഴ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു സബ്സെറ്റാണ് എന്ത്? സെറ്റ് ഓഫ് ഓൾ ഈവൻ റിയൽ നമ്പേഴ്സ് അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ചൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു സബ്സെറ്റാണ് എന്ത്? സെറ്റ് ഓഫ് ഓൾ ഈവൻ ഇൻറ്റീജേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഓഡ് ഇൻറ്റീജേഴ്സ് അല്ലേ? അപ്പോൾ അങ്ങനെ ഈ എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റാണ് റിലേഷൻ. നമ്മളിപ്പോൾ എ ടു ബിക്ക് ഡിഫൈൻ ചെയ്യുന്ന ഏത് റിലേഷനും എ ക്രോസ് ബിയുടെ എന്തായിരിക്കും? സബ്സെറ്റായിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു റിലേഷൻ്റെ ഒരു എക്സാമ്പിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എ ഈക്വൽ ടു സെറ്റ് എ ഈക്വൽ ടു 1 2 3 ആണ്, ബി ഈക്വൽ ടു 4 5 ആണ്. അവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സെറ്റ് 1 4 2 5 ഇങ്ങനെ നമുക്ക് റിലേഷൻ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എലമെൻറ്റ്സ് എങ്ങനെ മാപ്പ് ചെയ്യുന്നത്? ജസ്റ്റ് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ എഴുതാം? ഇപ്പം നമുക്കവിടെ ആർ ഈക്വൽ ടു എന്താണ്? ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി അല്ലേ? സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എങ്ങനെയാണ് അവിടെ വരുന്നത്? എ ബിലോങ്സ് ടു എ ആണ്, കോമ ബി ബിലോങ്സ് ടു ബി. കൂടാതെ അവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട് അല്ലേ? എന്താണ് കണ്ടീഷൻ? ബി ഈക്വൽ ടു എ പ്ലസ് 3 അങ്ങനെ ഒരു കണ്ടീഷൻ കൂടി അവിടെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള റിലേഷൻ. അപ്പോൾ 1 എടുക്കുന്ന സമയത്ത് എന്ത് വരും? 4 വരും അല്ലേ? അതേപോലെ 2 എടുക്കുന്ന സമയത്ത് 5 വരും. 3 എടുക്കുന്ന സമയത്ത് നമുക്കവിടെ എന്തില്ല? കണക്ട് ചെയ്യാൻ സാധിക്കില്ല അല്ലേ? അപ്പോൾ ഈ റിലേഷൻ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ബി ഈക്വൽ ടു എ പ്ലസ് 3. ആ ഒരു രീതിയിലാണ് എയിൽ നിന്നും ബിയിലോട്ട് നമ്മൾ റിലേഷൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കിട്ടിയിരിക്കുന്നത് ആർ ഈക്വൽ ടു സെറ്റ് 1 4 2 5. ഓക്കെ, അപ്പം ഇതിന് ഇത്രയും ആണ് നമ്മൾ റിലേഷൻ എന്നുള്ള ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്.